ഹലോ ഗൈസ്, അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കിവിടെ നല്ല സുഖം. ഒന്ന് കാറ്റ് വെള്ളം വന്നാണ്. ഇപ്പം നിങ്ങൾ ഇൻട്രോ കണ്ടിട്ട് വാ. ദൈവം, ഞാൻ ദൈവം. അയ്യോ കഴിവ്, ഒരാളവിടെ ഏറെക്കൂടെ നടക്കുന്നു. ഇപ്പം ഞാൻ കുറേ മൈനിങ്ങിന് പോയി കുറേ കോബിൾ സ്റ്റോൺ കളക്ട് ചെയ്തിട്ടുണ്ട്. കോബിൾ സ്റ്റോൺ ഞാൻ വേണം വെച്ച് കളക്ട് ചെയ്തതല്ല, അറിയാണ്ട് ഡയമണ്ട് മൈൻ ചെയ്യുമ്പോൾ കയറിയതാണ്. ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കുക, ആർക്കെങ്കിലും ബേസ് ഉണ്ടാക്കാൻ ആവശ്യം വന്നാൽ കൊടുക്കാമല്ലോ. ഇപ്പം ഞാൻ എൻ്റെ ബേസിലോട്ടൊന്ന് വിടട്ടെ. ഇപ്പം ഞാൻ ബേസിലോട്ട് വന്നതും മൈനിങ്ങിന് പോയതും എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ആദ്യം ഈ സെർവറിൽ നെതറിലേക്ക് കയറണമെങ്കിൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. ആ ടാസ്ക്കാണ് ഈ കംപ്ലീറ്റ് ചെയ്തത്. കുറേ എല്ലാ ക്രോപ്സും 3 സാപ്പിളിനും കുറേ ഗോൾഡും കളക്ട് ചെയ്യണം. ഈ ഗോൾഡിനാണ് ഞാൻ കുറേ കഷ്ടപ്പെട്ടത്. പിന്നെ 2 ടോട്ടും 6 മതമൊക്കെ സെറ്റായത് അവൻ എൻ്റെ തൊട്ടപ്പുറത്തെ അയൽവാസിയായ കാർവിൻ അയൺ ഷോപ്പ് ഇട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ്. പിന്നെ ഞാൻ പോർട്ടൽ ബിൽഡാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. പോർട്ടൽ ബിൽഡ് മാത്രമല്ല, കുറച്ചുകൂടി ബിൽഡുകൾ കയ്യിലുണ്ടാവും. അപ്പം നിങ്ങളെല്ലാം അത് കണ്ടിട്ട് പോയാൽ മതി. അപ്പോൾ ഐറ്റംസൊക്കെ ഞാൻ നേരത്തെ കളക്ട് ചെയ്ത് വെച്ചു. ഈ ചാലഞ്ച് എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് വെക്കാം. നെതർ കയറുന്നതിന് മുമ്പ് ഈ ബിൽഡ് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ബിൽഡിലോട്ട് പോവാം. ഞാൻ ഏകദേശം ഇതേപോലെ ബിൽഡ് ചെയ്തു. എനിക്ക് കുറച്ച് ലീവ്സ് വെക്കാനുണ്ട്. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ അസീലിയ ലീവ്സ് മാത്രമേ ഉള്ളൂ. എനിക്ക് കുറച്ച് ഓക്ക് ലീഫ് കൂടി വേണം. അപ്പോൾ ഇവിടെ നമ്മുടെ സ്വന്തം കാടിരിക്കുകയല്ലേ, അപ്പോൾ കുറച്ച് നമുക്ക് കാട് കുറച്ച് ലീഫ് വെട്ടിയെടുത്തുകൊണ്ട് പോവാം. ബർച്ച് വേണ്ട, ബർച്ച് അത്ര കാണാൻ രസമില്ല. പിന്നെ ഞാൻ ഓരോ ബ്ലോക്ക് വെക്കുന്നത് നിങ്ങളെ കാണിക്കാത്തതിൻ്റെ കാര്യം, ഞാൻ കുറച്ച് ബ്ലോക്ക് വെച്ച് ഫ്രണ്ടിൽ പോയി നോക്കുക, അറിയാലോ. അങ്ങനെ നോക്കി കുറേ ടൈം എടുത്തൊക്കെ ബിൽഡ് ചെയ്യണത്. നന്നായിട്ടില്ലെങ്കിൽ പിന്നെയും പൊട്ടിച്ച് കളയും. അപ്പം അങ്ങനെയുള്ളൊരു സ്വഭാവം ഉള്ളത് കൊണ്ട് നിങ്ങളതൊന്നും കാണിക്കാൻ നിൽക്കുന്നില്ല. ഇപ്പം ഞാൻ കുറച്ച് അയൺ വാങ്ങാൻ വന്നു. എൻ്റെ ബിൽഡ് ഏകദേശം കംപ്ലീറ്റ് ആയി. ലാൻഡ് ഗണിൻ്റെ ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അയാൾ വാങ്ങാൻ വന്നത്. ബിൽഡ് അവസാനം ഇപ്പം എങ്ങനെയാണ് ലുക്ക് കാണാൻ. ലാൻഡ് ഗൺ ഞാൻ വെച്ചിട്ടില്ല, അതൊന്ന് ക്രാഫ്റ്റ് ചെയ്യണം, പിന്നെ ഇതിലോട്ട് വെക്കണം. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ബിൽഡുകളിലേക്ക് പോകാൻ കഴിയും നമുക്ക്. ഞാൻ ആരോടും പറയാതെ കുറച്ചുകൂടി ബിൽഡുകൾ ആഡ് ചെയ്തു. റെക്കോർഡിംഗ് ആണോ ചോദിച്ചപ്പോൾ അല്ലേ ചോദിച്ചപ്പോൾ ആണ് എന്ന രീതിയിലായിരുന്നു. കുറച്ച് പാത്തുകൾ ആഡ് ചെയ്തു. പിന്നെ ഇവിടെ ഞാൻ എൻ്റെ മാപ്പ് വെച്ചു. ഇതെങ്കിലും നിങ്ങളെ കാണിക്കേണ്ടായിരുന്നു. ആ ബേസ് നോക്കേണ്ടത് ഷാസിയുടെ ബേസാണ്. എനിക്ക് മാപ്പ് ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട് അറിയാതെ വന്നതാണ്. എൻ്റെ ബേസിന് മാത്രം മതിയായിരുന്നു. കുഴപ്പമില്ല, ഇരിക്കട്ടെ. പിന്നെ അതെന്താ, കറണ്ട് വന്നു. ഇതൊക്കെ എങ്ങനെ ഉണ്ട് എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഞാൻ അവിടെ കുറേ ലാൻഡേൺ വെച്ചു. പിന്നെ എൻചാൻമെൻറ്റ് ടേബിൾ, ഇത് ഞാൻ പുറത്ത് വെക്കാനുള്ള കാരണം, എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ ഒരു ബെഡ്റൂം പോലും വെക്കാൻ സ്ഥലമില്ല. ബെഡ്റൂം ഞാൻ എങ്ങനെ റെസ്റ്റോറും പണികൾ വെച്ച് ചെയ്യണം, അത് പിന്നെ ചെയ്യാം. ഇപ്പോൾ ഞാനിത് പുറത്ത് വേണമെങ്കിൽ വെറുതെ ഉണ്ടാക്കി വെക്കാം, പക്ഷേ അഡ്മിൻസ് സമ്മതിക്കില്ല. അഡ്മിൻസ് അപ്പം തന്നെ പൊട്ടിച്ച് കളയും. ഞാൻ ഈ ബിൽഡ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ്. അപ്പോൾ കുറച്ച് ഡയറൈറ്റ് വേണം. കോട്ട്സ് ഒന്നും കളക്ട് ചെയ്യാനുള്ള എത്ര ആണില്ല ഗൈസ്. ആവശ്യമുള്ള സമയത്തൊന്നും ഡയറക്റ്റ് കാണില്ല. ഓക്കെ, അപ്പോൾ ഞാൻ അയൺ മൈൻ ചെയ്യാൻ വന്നപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ നിങ്ങൾ പോയിട്ടൊരു ടൈം ലാപ്സ് കണ്ടോളൂ.
ഇപ്പം എങ്ങനെ ഉണ്ടായിരുന്നെന്നും മറന്നല്ലോ. അങ്ങനെയല്ലേ, തൽക്കാലം ഇപ്പം അങ്ങനെ ഇരിക്കട്ടെ. അതാരാ എന്നെ നോക്കി വരുന്നുണ്ട്, എന്നെ കണ്ട് ഓടിക്കോ. ക്രീപ്പർ പെട്ടിയിലാവും ഗൈസ്. ബെഡ് എടുക്കട്ടാ, ഓടാനും സ്ഥലമില്ല ഇവിടെ. ഇതാ വരണം, ഇപ്പം വരാം. ഞാനവിടെ വിളിക്കണ്ടായിരുന്നു, വീട്ടിൽ പോടാൻ നീക്കാം. പിന്നെ അവിടെ കുറച്ച് ഐറ്റംസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. എനിക്കാരെയും പേടിയില്ല. പോയെന്തോ. നിർഭാഗ്യവശാൽ ബാക്കിയുള്ള ക്ലിപ്സ് എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായി പോയി. അല്ലല്ല, പ്രത്യേകിച്ച് വേറൊന്നും നടന്നിട്ടൊന്നുമില്ല. ഞാൻ ആ എൻജോയ്മെൻറ്റ് ടേബിളിന് വേണ്ടി വെച്ച ബിൽഡ് മാപ്പിലൊന്ന് അപ്ഡേറ്റ് ചെയ്തു. പിന്നെ ആ പാത്തൊന്ന് ആ ബിൽഡിലേക്കൊന്ന് കണക്ട് ചെയ്തു. പിന്നെ കുറച്ച് ലാൻഡേണും വെച്ചു തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇനി അടുത്ത എപ്പിസോഡിൽ ഈ മണ്ടത്തരം തുടരാതെ പോകുമെങ്കിൽ അടുത്ത എപ്പിസോഡ് ഇതേപോലെ ഒന്നും ഇല്ലെങ്കിൽ കാണാം. ബൈ.